വെൽക്കം ഓൾ. സോ നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ ഡോപ്പ റെസിഡൻഷ്യൽ 2022 നീറ്റ് എഴുതി ഡോപ്പ റെസിഡൻഷ്യലിനുള്ള റിയാസും ഋതുവാനുമാണ്. അവര് +1 നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടല്ലേ? ഇപ്പോഴും ഇന്റർവ്യൂക്കും ഒരുമിച്ചാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കോളേജിലേക്കും ഒരുമിച്ച് പോകാൻ വിചാരിക്കുന്നു. സോ ജസ്റ്റ് അവരോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നീറ്റ്, അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം, അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം. അതിന് മുന്നേ ഈ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്, എന്തുകൊണ്ട് സെലക്ട് ചെയ്തത്, റിപ്പീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം എപ്പോഴാണ് വന്നത്? അതായത് ഞാൻ +1 +2 ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞല്ലോ. അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി ചേർന്ന് തന്നെയാണ് +1 +2. +1 കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായി പോയി. പിന്നെ +2 വന്നപ്പോഴാണ് കോവിഡും ലോക്ക്ഡൌണും ഓൺലൈൻ ക്ലാസ് അങ്ങനെ ആയി. അപ്പോൾ +2 ഒരു കുറച്ചായപ്പോൾ തന്നെ തോന്നി മനസ്സിൽ ഇങ്ങനെ കൂടെ ചിലപ്പോ കഴിഞ്ഞോളന്നില്ല, അപ്പൊ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. അതെ, പിന്നെ +2 ഒക്കെ ആയപ്പോ എന്തായാലും മനസ്സിലായി റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. പക്ഷെ ക്രാഷ് കോഴ്സിന് കുറച്ച് ടൈം അധികം കിട്ടിയോണ്ട് കഴിഞ്ഞ വർഷം വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. അപ്പൊ പിന്നെ എന്തായാലും 550 മേലെ ഇതുപോലെ തന്നെയാണോ? അതായത് റിപ്പീറ്റ് ചെയ്യണോ, ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം മുതലാണ് തുടങ്ങിയത്? ചെറുപ്പം മുതലുണ്ട്. ക്രാഷ് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം? ഡോക്ടർ ആണെന്ന് പറയുമ്പോ ഞാന് ശരിക്കും പറഞ്ഞാ +1 +2 ചേരുന്നത് ജെഇ. പിന്നെ +2 ആയപ്പോ പിന്നെ ജെഇ വേണ്ടതായി. പിന്നെ ക്രാഷ് ഒക്കെ ചെയ്തപ്പോ ഇതിനെ കൊണ്ട് കഴിയുന്നുള്ള ഒരു വിശ്വാസം വന്നപ്പോ പിന്നെ വിടാൻ കാരണം പണ്ട് മുതലേ എഞ്ചിനീയർ സയൻസ് കിട്ടിയപ്പോ വിചാരിച്ചതാ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചില്ലേ? നമ്മള് തോന്നുന്ന ക്രാഷ് നമ്മള് കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ ജേർണി? ഇപ്പം റിപ്പീറ്റേഴ്സ് കുറെ ആൾക്കാരുണ്ട്, ഇപ്പൊ നമുക്ക് എൻക്വയറി കിട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ റിപ്പീറ്റിംഗ് ജേർണി സംഭവം എല്ലാവരും വിചാരം എന്താണ്, കുറച്ച് ഈസി ആണെന്നുള്ളതാണ്. കുറെ അപ്സ് ആൻഡ് ഡൗൺസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് റിപ്പീറ്റിംഗ് ജേർണി. പല ആൾക്കാർക്കും പലതരത്തിലാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ പറയുന്ന പോലെ ആവില്ല, ഡോക്ടർ ആഷിഖിനോട് നിയാസിനോട് ചോദിക്കുന്നത്, സുഫിയാനോട് ചോദിച്ചാൽ അങ്ങനെ ആവില്ല. കുറെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും എങ്ങനെയാണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും നിങ്ങളെ ജേർണി എന്ന് ചുരുക്കി പറയാം. അതായത് ഇപ്പം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കും ഒരു തോന്നലുണ്ട്, ഇത് കുറച്ച് ഈസി ആണെന്ന് തോന്നലുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അത് ഭയങ്കര ടഫാന്ന് തോന്നലുണ്ട്. പക്ഷെ ഇത് എങ്ങനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യണമെന്ന് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം റിയാസ് പറയാം, എങ്ങനെയാണ് ആ ഒരു ജേർണി തുടങ്ങിയതും എങ്ങനെയാണ് നിന്റെ പ്രിപ്പറേഷൻ പോയതും? ജേർണി മീൻസ് അത് ഞാനിതേപോലെ കഴിഞ്ഞ നീറ്റ് കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ, അതായത് ക്രാഷ് കോഴ്സ് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നോക്കിയിരുന്നു, ഒന്ന് സീരിയസ് ആയിട്ട് തന്നെ ഇരുന്നിരുന്നു. പിന്നെ എന്തായാലും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ആ ഗ്യാപ്പ് എടുത്ത ടൈമിൽ തന്നെ ഞാൻ മെന്റലി ഇങ്ങനെ വിചാരിച്ചിരുന്നു, റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്, കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ഞാൻ കുറച്ച് ഹാർഡായിട്ടാണ് മനസ്സിൽ ആദ്യം വിചാരിച്ചത്. ഇല്ല, പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു യൂട്യൂബില്, ഓരോ റിപ്പീറ്റ് ചെയ്തപ്പോ മെഡിക്കോസ് ആയിട്ടുള്ള ആൾക്കാരെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഹാർഡായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് വന്നത്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിച്ചത്ര ഹാർഡൊന്നുമല്ല, എന്നാൽ അത്യാവശ്യം എല്ലാ രീതിയിലുള്ള ഹാർഡ്നെസ്സും ഉണ്ട്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല, ഈ രീതിയിൽ അങ്ങനെ പോയാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് മാർക്ക് പറഞ്ഞാൽ അപ്പൊ ചിലപ്പോൾ വിചാരിക്കും ഇത് പണിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാതും ഒരേപോലെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ പോകാൻ പറ്റിയ ഞാൻ ഇതേപോലെ തന്നെ ഈ ക്രാഷ് കഴിഞ്ഞപ്പോ അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ തോന്നി. ഇവ വിളിച്ച് നമുക്ക് ഇങ്ങനെ ഡോപ്പ് ചെയ്യല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ച് ചേരാം. അപ്പൊ ഇതേപോലെ തന്നെ നല്ല ടഫായിരിക്കും, കുറച്ചു കാലം ഫോണൊന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഇല്ല, അപ്പൊ തീരുമാനിച്ച് റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് കുറച്ച് കാലം തന്നെ എക്സാംസ് ഒക്കെ കഴിഞ്ഞപ്പോ ഇത് കഴിയുന്നൊക്കെ തോന്നി. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ തന്നെ
ചില ക്ലാസ് ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ചാപ്റ്റേഴ്സ് പണ്ട് പഠിക്കാത്തതുണ്ടാവും. അപ്പൊ നമുക്ക് ചിലപ്പോ തോന്നും ഇതിനെ കൊണ്ട് കഴിയില്ലാന്ന്. പിന്നെ അത് അങ്ങനെ ശരിയാവും. ശരിക്കും ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ആദ്യമൊക്കെ ആ ഒരു ഭൂമിയിൽ ആ ഒരു ഇൻട്രസ്റ്റിലേക്കാണ് ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റിൽ പോകും, കയറി പോകും. ഒരു 50-60 ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് കുറേയൊക്കെ ചാപ്റ്റേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ചെറിയൊരു ഡൗൺ വരലുണ്ട് നോർമലി. എനിക്ക് നമുക്ക് എന്തായാലും ടഫുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് കിട്ടൂല. നമ്മൾ കൂടുതൽ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അവർക്ക് ഓൾറെഡി ആ ചാപ്റ്റേഴ്സ് ഓറിയന്റഡ് ആവും. ഒക്കെ നമുക്ക് ടഫ് വരാറുണ്ട്. അപ്പൊ അതൊക്കെ സമയത്ത് നമുക്ക് ചടക്കും. പിന്നെ ബേസിക്കലി ആ സമയത്ത് വരുന്നത് കുറെ ഓവർ തിങ്കിങ് വരുമല്ലോ. റിപ്പീറ്റിംഗ് ആണ്. ഒരു കൊല്ലം ഞാൻ കളയാണ്, ഒരു കൊല്ലം കൊണ്ട് പ്രത്യേകിച്ച് കിട്ടാനൊന്നും പോകുന്നില്ല, വേറെ കാര്യം. ഒരു കൊല്ലം കളയാണ്, പൈസ, ഫീസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ ഓടും, പാരന്റ്സ് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് ഓവർ തിങ്കിങ്ങിന്റെ സമയത്ത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് പിന്നെ ഓവർകം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരാണ് ഇതിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ഏതായിരുന്നു? സബ്ജക്ട് ഏതാ? ഒറ്റ സബ്ജക്ട് സുവോളജി ഇഷ്ടമുള്ള സബ്ജക്ട്. നീറ്റില് സുവോളജി ഫുള്ള് സെറ്റ് ആക്കിയോ? നമുക്ക് വരാൻ. പിന്നെ സുവോളജി ഏറ്റവും ഈസി, ഏറ്റവും ടഫ് ഏതാ? കെമിസ്ട്രിയാ. എന്താ ചെയ്തത് കെമിസ്ട്രി ടഫ് ആയത്? നീറ്റ് എന്തായാലും 100% നമ്മൾ പഠിക്കണല്ലോ. എനിക്ക് കെമിസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ടഫ് ആയിട്ട് തോന്നല് എപ്പോഴും ഇനോർഗാനിക് ഒക്കെയാണ്. ഇനോർഗാനിക്കില് ഓരോരോ ബേഹായിട്ട് പഠിക്കുന്ന അതായത് അപ്പൊ പിന്നെ ഞാന് വീണ്ടും വീണ്ടും ചാപ്റ്റേഴ്സ് ഒന്നുകൂടി വായിക്കും, ഇടക്കിടക്ക് വായിക്കും. അങ്ങനെ ബാക്കി ഫിസിക്കൽ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, സുഖമായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ടെക്സ്റ്റ് വായിക്കണം. ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എല്ലാരും പ്രശ്നം പേടിപ്പിക്കുന്നത് ഫിസിക്സ് ആയിരുന്നു. പക്ഷെ ഈ എക്സാമിന് കൂളാക്കിയത് ഫിസിക്സ് ആണ്. എല്ലാവരും ഈസി എന്ന് പറയുന്നത് ഏതായിരുന്നു? ബയോളജിയാണ്. നമ്മളെല്ലാരും പറയും ബയോളജിയാണ് ഫസ്റ്റ് എഴുതേണ്ടത്. എല്ലാവരും ബയോളജിയാണ് ഫസ്റ്റ് എഴുതിയത്. പക്ഷെ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ഈ നീറ്റിന് കിട്ടിയെന്ന് വെച്ചാൽ ഡൗട്ട്ഫുൾ ആണ്. ശരിക്കും അത്ര സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റിയിട്ടില്ല. നിന്റെ സബ്ജക്ട് ഇഷ്ടം അല്ലല്ല ബയോളജി തന്നെയാണ് ഇഷ്ടമുണ്ടായിരുന്നത്. പിന്നെ ഇതേപോലെ എക്സാം വന്നപ്പോ പക്ഷെ ഫിസിക്സ് നല്ല സിമ്പിൾ ആയതുകൊണ്ട് കുഴപ്പമില്ല. ബയോളജി ഫിസിക്സ് എന്താ ഈസി ആക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടുപേർക്കും പിന്നെ നിങ്ങൾ രണ്ട് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയി പറഞ്ഞില്ല. ഫിസിക്സ് നിങ്ങൾ ഇപ്പൊ നീറ്റ് ചെയ്താൽ പോകുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഫിസിക്സ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതിന്റെ കൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുശേഷം പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇക്വേഷൻസ് നോക്കുക, പിന്നെ പ്രാക്ടീസിലൂടെ തന്നെ കുറെ നമ്മൾ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൺസെപ്റ്റ് കറക്റ്റ് ക്ലിയർ ആയില്ലെങ്കിൽ ആ കൺസെപ്റ്റ് വെച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ കൺസെപ്റ്റിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാന്ന് മനസ്സിലാവും. അതൊരു ലേണിംഗ് ആണ്. ശരി, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ ഫിസിക്സ് എന്നൊക്കെ മെയിൻലി പ്രോബ്ലം ആണ് എല്ലാം ചോദിക്കല്. എത്ര ഒരു ചാപ്റ്ററിന് എത്ര പ്രോബ്ലം ചെയ്തിട്ടുണ്ടോ? ആവറേജ് ചാപ്റ്റേഴ്സിനനുസരിച്ച് മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്തതാണ്. പിന്നെ കുറെ എക്സാംസിനോട് കൂടെ ബയോളജി ടെക്സ്റ്റ് എത്ര വായിച്ചിട്ടുണ്ടാവും? ഏകദേശം 20-30 പ്രാവശ്യമൊക്കെ വായിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ക്രാഷ് കോഴ്സിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ 20 എന്തായാലും ഉണ്ടാവില്ല. നമ്മളൊക്കെ എല്ലാവരും 20-25-30 ടൈംസ് ഒക്കെ വായിച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പിന്നെ നിങ്ങളെ ഒരു ജേർണി? അപ്പൊ നിങ്ങള് അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഡോപ്പ റെസിഡൻഷ്യൽ ബോയ്സിൽ ഫസ്റ്റ് ബാച്ചാണ് നിങ്ങളൊക്കെ. അപ്പം അവിടുത്തെ നിങ്ങൾ ആരും ശരിക്കും റിപ്പീറ്റ് എവിടെ കണ്ടിട്ടൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ പല സ്ഥലങ്ങളിലൊക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ നിങ്ങള് നോർമലി പിന്നെ റെസിഡൻഷ്യലും അല്ലെങ്കിൽ ക്ലാസ് റൂം ഒക്കെ ഒരു ബിൽഡിങ്ങിലാണ്, ഒറ്റ ക്യാമ്പസിലാണ്. കുറെയൊക്കെ ഈസിയാണ്, ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മള് സിനിമയിലൊക്കെ കാണുമല്ലോ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് പറഞ്ഞാല് ഒരു സ്പെഷ്യൽ ടൈം, ആ ടൈമില് അവരെന്താണോ പറഞ്ഞത് അതന്നെ ചെയ്യണം. ഭയങ്കര ഒരു സ്ട്രെസ് കൂടിയ ഒരു സിറ്റുവേഷനെ കാണും. പക്ഷെ ഡോപ്പിൽ വന്നതിന് ശേഷം അങ്ങനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെയാണ് ശരിക്കും റിപ്പീറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവാന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ കണ്ടതും കേട്ടതൊക്കെ ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി നമ്മളെ ഇഷ്ടത്തിന് ഒരു ഡെയിലി ഒരു പ്ലാന്, അതില് നമുക്ക് പഠിക്കേണ്ട സമയത്ത് പഠിക്കാം. ക്ലാസ് ആണെങ്കിലും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആവും അധികം ഉണ്ടാവും. ആ ടൈമിൽ ക്ലാസ് കാണാം, ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഒരു ഫ്രീ ഉണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു. നമ്മള് ശരിക്കും ഞങ്ങൾക്ക് അറിയാം ശരിക്കും ഇങ്ങനെയായിട്ട് ഫിസിക്കലി എന്നെക്കാൾ കൂടുതൽ ആശിക്കിനൊക്കെ അറിയുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന ആൾക്കാർ.
അപ്പം നമ്മൾ അതിന് ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ആ ഒരു കൂൾനെസ് എനിക്ക് കൊണ്ടുവന്നത്. ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ പോലും അറിയാത്ത സ്ട്രെസ് ഉണ്ട്, അതിന് കൂടെ നമ്മളെ വകയും കൂടി തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇടക്ക് ബാഡ്മിന്റൺ കളിക്കുന്നത് നല്ല രസത്തിൽ ആദ്യം നന്നായി കളിച്ചായിരുന്നൊക്കെ സിനിമ ഇടയ്ക്ക് കൊടുക്കലുണ്ട്, പുറത്തു തരാൻ പറ്റില്ല. അങ്ങനെയല്ല, നമ്മളത് കൂളായിട്ട് നിങ്ങൾക്ക് ഒരു കൂളാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? സെയിം സാധനം പറയരുത്. എന്താ സ്ട്രെസ് ഇല്ലാന്നുള്ളതിനാണ് ഏറ്റവും എടുത്തു വരേണ്ടത്. സ്ട്രെസ് ഇല്ലാന്നുള്ളതിന് നമുക്ക് ഒഴിവുള്ള സമയങ്ങളില് പഠിക്കാം. ഇപ്പൊ രാവിലെ നമ്മളെ സമയത്തൊക്കെ ഞാൻ ഒറ്റ ഹോസ്റ്റലിൽ നിന്നാണ്. രാവിലെ 5 മണിക്ക് എണീക്കണം ഞാൻ അങ്ങോട്ട് പോകുന്നത്. 5 മണിക്ക് കറക്റ്റ് എണീക്കണം, അതിന്റെ കൂടെ എന്തോ ചായ കുടിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ പോകുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് നമ്മൾ 7 മണിക്ക് ഇതാക്കുക. പക്ഷെ നിങ്ങൾ ഓവർനൈറ്റ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് സെഷൻ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിലൂടെ നമ്മൾ പ്രഷർ ആക്കിയിട്ടില്ല. അല്ലാതെ നിങ്ങൾക്ക് ഓൺ ആയിട്ടുള്ളതും പിന്നെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ തോന്നുന്നത് നമ്മൾ മനസ്സിലാവുന്ന ചാപ്റ്റേഴ്സിന് സാറുമാരെ നന്നായി ക്ലാസ് എടുത്തിട്ടില്ല അല്ലേ? നിങ്ങളെ മെന്റേഴ്സ് ഒക്കെ നിങ്ങൾ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പീരിയൻസ് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മള് കടന്നു പോകുന്ന അതേ ഫേസിലൂടെ കടന്നു പോയ ആൾക്കാരാണ് മെന്റേഴ്സ് ആയത്. അപ്പൊ അവരോട് നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഫീല്, ഒരു സാഡ്നെസ്സോ സ്ട്രെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്താൽ അത് അവര് ഇതിന് മുമ്പ് കടന്നുപോയ സെയിം സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് അവർ ക്ലിയർ ചെയ്തതെന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ആ പാത്ത് ഫോളോ ചെയ്താൽ റെഡി. മെന്റേഴ്സ് മന്ത്ലി ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം വരുമ്പോഴും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുതരാനും സോൾവ് ചെയ്യാനും പിന്നെ ഇവിടുന്ന് ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതും ഓരോ ക്രാഷിലായാലും എത്രത്തോളം പഠിക്കണം. പിന്നെ അവസാനത്തിലേക്കുള്ള നിങ്ങളെ മാരത്തൺ എക്സാമും കാര്യങ്ങളും അതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. വേറെ ഒരു ഇതിലേക്ക് പോകണ്ട, നിങ്ങളതായിട്ടുള്ളൊരു പിന്നെ റിവിഷൻ പ്ലാനിന്റെ കൂടെ നമ്മളും ഹെൽപ്പ് ചെയ്തപ്പോൾ ബൂസ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഒറ്റ വാക്കില് ഇപ്പൊ നിങ്ങൾക്ക് തോന്നി നീറ്റിന്റെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നത് പിന്നെ 720 ഔട്ട് ഓഫ് 720 എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് തോന്നുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും. ഇപ്പൊ നമ്മൾ വിളിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും. പക്ഷെ പിന്നെ ചെറിയ സില്ലി മിസ്റ്റേക്സ് എന്തായാലും എല്ലാവരും വരുത്തും. ആ ഒരു ദിവസത്തെ ആ സില്ലി മിസ്റ്റേക്സ് എത്രത്തോളം കുറയുന്നോ അവർക്കാണ് ഒന്നറിയുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാം അറിയുന്നത് അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്തും അറിയുന്ന ക്വസ്റ്റിനെ ചോദിക്കുള്ളൂ. കാരണം അത്ര നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇനി നീറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരോട് എന്താണ് നീക്ക് രണ്ടാക്കും പറയാനുള്ളത്? നീ പറ. അതുപോലെ ഈ നീറ്റിന്റെ ഒരു ചെറിയ അനാലിസിസ്. നീറ്റിന്റെ അനാലിസിസ് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു പേപ്പർ തന്നെയായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇപ്പൊ ഡൗട്ട് വന്നിട്ടുണ്ടാവും. അതായത് ഈ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉള്ളതും പിന്നെ ഇത് 2 ഓപ്ഷൻ സംശയമുള്ള നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയായിരുന്നു. പിന്നെ ഇനി നീറ്റ് എഴുതാനുള്ളവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ തുടങ്ങാത്ത ആളുകളാണെങ്കിൽ മെന്റലി പ്രിപ്പയർഡ് ആയതിനു ശേഷം തുടങ്ങുക. പിന്നെ നിങ്ങളുടെ മൈൻഡിൽ വെച്ച ലക്ഷ്യത്തിന് ഒരിക്കലും മറക്കാതിരിക്കുക. അത് നേടിയിട്ട് ഞാൻ അടങ്ങും എന്നുള്ള രീതിയിൽ തന്നെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ശരിക്കും നമ്മൾ പ്രയോറിറ്റി മാറുക എന്നുള്ളത് എപ്പോഴും നമുക്കൊരു വില്ലനാണ്. അവിടെ പോയിട്ട് നമ്മൾ പഠിക്കാനാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഇപ്പോൾ ഹോസ്റ്റലാണെന്നുണ്ടെങ്കിലും ഓൺലൈൻ ആണെന്നുണ്ടെങ്കിലും ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിലും പ്രയോറിറ്റി മാറരുത്. നമ്മൾ പഠിക്കലാണ് നമ്മുടെ ഉദ്ദേശം. അന്നാന്നിട്ട് നമ്മൾ പഠിച്ചു പോവാ. അതിന്റെ ഇടയിൽ വന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ, ഇപ്പൊ ഫുഡിൽ ചിലപ്പോൾ ഉപ്പ് കൂടിയതാവാം. അപ്പൊ അതൊന്നും ഒരിക്കലും ആരും ബാധിക്കാൻ പാടില്ല. തമാശക്ക് പറഞ്ഞാൽ ഇതൊക്കെ ബാധിക്കുന്നതാണ് ചിലപ്പോ. പിന്നെ ചിലപ്പോൾ ചെറിയ പുതിയ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് പലർച്ച അങ്ങനെ മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങളൊക്കെ വരാം. ഇപ്പം അതിന്റെ സീസൺ ആണ്. പക്ഷെ എന്നാലും നമ്മൾ പ്രയോറിറ്റി മാറാൻ പാടില്ല. അപ്പൊ മാർക്ക് എന്തുകൊണ്ട് കുറഞ്ഞു ചോദിക്കുമ്പോൾ നമുക്ക് പഠിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ആ ഒരു റീസൺ സെൽഫായിട്ട് ആദ്യം അനലൈസ് ചെയ്യാം. അതാണ് ഒന്ന്. എനിക്കതാണ് പറയാനുള്ളത്. വേറെന്താ, നമ്മൾ തന്നെ കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ തന്നെ വിശ്വസിച്ച് പഠിക്കാം. അത്രേ ഉള്ളൂ. ഞാന് എന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഞാന് ക്വസ്റ്റ്യൻ കുറെ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ കൺസെപ്റ്റ്സ് ഒന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്നത്. അവിടെ തന്നെ ഇപ്രാവശ്യത്തെ നീറ്റില് കുറെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറച്ച് ടഫ് തോന്നിയത്. ബയോളജി ടഫ് തോന്നി. കൺഫ്യൂഷൻ എന്തായാലും വരുമോ? നിങ്ങൾ അത്രയും കുറെ ക്വസ്റ്റ്യൻസ് വരുന്നോണ്ടാണ്. കൺസെപ്റ്റ് നമ്മള് ആദ്യമൊക്കെ ഫുള്ള് എല്ലാ കൺസെപ്റ്റ്സും മനസ്സിലാക്കി തന്നെ പോകണം. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോ നമുക്ക് ചിലപ്പോ എല്ലാം കിട്ടിക്കോണമെന്നില്ല. നീറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരോട് പറയുന്നത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആദ്യം ഒന്നും കൺസെപ്റ്റ്
കറക്റ്റ്ലി കൺസെപ്റ്റ് ഓറിയന്റഡ് അല്ലാതെ ജസ്റ്റ് വായിച്ചു പോയി അല്ലെ. അപ്പൊ അതുകൊണ്ട് അവസാനത്തിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? അവസാനത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് അധികം കൺസെപ്റ്റ് വൈസ് ആണ് ചോദിച്ചത്. ഫിസിക്സ് ആണെങ്കിൽ തന്നെ കുറച്ച് കൺസെപ്റ്റ് വൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം പ്രോബ്ലംസ് ആണ് പ്രാക്ടീസ് ചെയ്തത്. പിന്നെ എല്ലാ പ്രാവശ്യം ഇപ്പം നീറ്റ് എഴുതാൻ പോകുന്ന ആൾക്കാരെ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ട്വിസ്റ്റ് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ ഈ വർഷത്തെ ട്വിസ്റ്റ് ബയോളജി ആയിരുന്നു. കഴിഞ്ഞ വർഷം ഫിസിക്സ് കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ചോദിച്ചതായിരുന്നു, ഈ വർഷം ബയോളജി ആണ്. അപ്പൊ ഇനി എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണണം. നിങ്ങൾ എല്ലാ സമയത്തും എന്തെങ്കിലും ട്വിസ്റ്റ് പ്രതീക്ഷിക്കണം. നിങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ എക്സാമിന് പോകേണ്ടത്. പിന്നെ ട്വിസ്റ്റ് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഇവന്റ് ആണ് ശരിക്കും. ഓരോ ക്വസ്റ്റ്യൻ ഒരു ഇവന്റ് കഴിഞ്ഞാൽ ആ ഇവന്റ് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പം അപ്പോഴേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എക്സാമിന് സമയത്ത് പിന്നെ ആ ക്വസ്റ്റ്യൻ കോളായി, അപ്പൊ അതുകൊണ്ട് എന്താവും, ഈ ക്വസ്റ്റ്യൻ എന്താണോ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിലൂടെ വരാൻ പാടില്ല. ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക, അടുത്ത ഇവന്റ് ആണ്. അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അത് നിങ്ങൾ പോയി പ്രാക്ടീസ് തന്നെ, നിങ്ങൾ കോൺഷ്യസ്ലി ആ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് കുറെ പേർക്കുള്ള വീക്ക് പോയിന്റ് ആണ് സില്ലി മിസ്റ്റേക്സ് കൂട്ടുക, പിന്നെ വെറുതെ ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കാതിരിക്കുക, ഓവർ കോൺഫിഡൻസിലൂടെ. കോൺഫിഡൻസ് എന്തായാലും നമുക്ക് വേണം. അത് എക്സാം അടുപ്പിക്കുന്ന സമയത്ത് നമുക്ക് കോൺഫിഡൻസ് എന്തായാലും നമുക്ക് കയ്യിലുണ്ടാവും. അല്ലാതെ ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിക്കാത്ത ശീലം കുറെ പേർക്ക് ഉണ്ടാവുന്നുണ്ടോ? അതുണ്ടായിരുന്നു. പിന്നെ മാറ്റിയെടുക്കൽ തന്നെയാണ്, കോൺഷ്യസ്ലി നമ്മൾ മാറ്റിയെടുക്കലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ അത് എനിക്ക് എന്റെ മിസ്റ്റേക്ക് ആണ്, പിന്നെ എന്തായാലും ഞാൻ രണ്ടെണ്ണം തെറ്റിക്കും. അത് നിങ്ങൾ കോൺഷ്യസ്ലി മൈൻഡിൽ അതിനനുസരിച്ച് വായിക്കും. അപ്പം പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോ ആസ് എ ഇവരുടെ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ, നിങ്ങളെ ഡയറക്ടർ എന്ന രീതിയിൽ പറയാനുള്ളത്, ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആൾക്കാരാണ്. പിന്നെ നല്ല രീതിയിൽ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത ആൾക്കാരാണ്. ഹാർഡ് വർക്കിംഗ് ആണ്, സ്മാർട്ട് വർക്കിംഗ് ആണ്, നന്നായിട്ട് തന്നെ ഒരു ഓറിയന്റേഷനുള്ള ആൾക്കാരാണ്. കൂടുതൽ കുറെ കംപ്ലൈന്റ്സും കാര്യങ്ങളും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതന്നെയാണ് വിശ്വസിക്കുന്നത്. സോ പിന്നെ ഈ ഡോപ്പയുടെ ഫസ്റ്റ് ബോയ്സ് റെസിഡൻഷ്യൽ ബാച്ച് എന്നാണ് നിങ്ങൾ വരുന്നത്. നമ്മൾ വിചാരിച്ച പോലത്തെ നല്ല റിസൾട്ട് ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളതിന് കൺഗ്രാജുലേഷൻ. പിന്നെ റിസൾട്ട് വരട്ടെ. അപ്പോൾ നല്ല ഇന്ത്യയിൽ തന്നെ നല്ല കോളേജുകളിൽ നിങ്ങളെ കാണാൻ പറ്റണം. CMC തന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ഡോപ്പയുടെ മെന്റേഴ്സ് ആയിട്ട് അടുത്ത റെസിഡൻഷ്യൽ ബോയ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ചെയ്തൂടെ? ചെയ്യാം. പിന്നെ കോളേജ് ഇപ്പം പിന്നെ ഈ വർഷത്തെ നീറ്റിന്റെ ഒരു കട്ട് ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് ടൈറ്റ് പോലെ കാണുന്നത്, പക്ഷെ ഒന്നും പുറത്തു വന്നിട്ടില്ല, അങ്ങനെ കാര്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 590, 585 ഒക്കെ ആ റാങ്കിലെ ആൾക്കാർക്കൊക്കെ കേരളത്തിൽ കയറാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. പക്ഷെ ആ ഒരു റേഞ്ചിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പഠിക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തുണ്ടെങ്കിലും പിന്നെ നമ്മുടെ കൂടെ ഇവിടെ ഇനി ഉണ്ടാവും. ഇനിയുള്ള റിപ്പീറ്റേഴ്സിനും ഇനിയുള്ള പ്ലസ് 1 പ്ലസ് 2 കുട്ടികൾക്കൊക്കെ ഇവര് ചെയ്ത പോലെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളിലൊക്കെ ഇവര് ഋതുവാനും റിയാസും നമ്മളെ കൂടെ ഉണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിലും അടുത്ത ഈ ഇവന്റ്സിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. ഓക്കെ, തെറ്റല്ലേ? ശരി.